സാക്കിർ നായിക്കിനെ ബംഗ്ലാദേശിലേക്ക് സ്വാഗതം ചെയ്ത് താൽക്കാലിക ഭരണകൂടം 9 വർഷമായി നിലനിന്നിരുന്ന വിലക്ക് ബംഗ്ലാദേശ് ഒഴിവാക്കി. തീവ്ര മതവിദ്വേഷം ജനിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ കൊണ്ട് കുപ്രസിദ്ധനാണ് സക്കീർ നായിക്ക്. നവംബർ 28 മുതൽ ഡിസംബർ 20 വരെ ബംഗ്ലാദേശിൽ എത്താനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് നൽകും. ഐസൺ, ഈ സക്കീർ നായിക്കിൻ്റെ ഒരു പൊതുശൈലി നമുക്കറിയാം. ഇസ്ലാമിക ഭീകരവാദികൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ, അല്ലെങ്കിൽ വളരെ സാധാരണയായി മാത്രം ചിന്തിക്കുന്ന ഒരാൾ സാക്കിർ നായിക്കിൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം അയാൾ ഒരു ജിഹാദിയായിട്ട് മാറും. അതാണ് ഈ മഹാന്റെ പ്രസംഗ ശൈലി എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് പല മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും ബാൻ ഏർപ്പെടുത്തിയിരുന്നു. വിശേഷിച്ച് ബംഗ്ലാദേശ് അവിടെ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ആ നിരോധനം മാറ്റുന്നതിലൂടെ പുതിയ ബംഗ്ലാദേശ്, ഇപ്പോൾ ഈ കലാപത്തിനൊക്കെ ശേഷം അവിടെ അധികാരത്തിൽ വന്നിരിക്കുന്ന മുഹമ്മദ് യൂനിസ് നേതൃത്വം നൽകുന്ന ബംഗ്ലാദേശിൻ്റെ ഭരണകൂടം, മഹാരാഷ്ട്രത്തിൻ്റെ സ്വഭാവം എങ്ങോട്ടാണ് പോകുന്നത് എന്നത് വ്യക്തമാണല്ലോ ഐസൺ. പരവധാനി വിരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിൻ്റെ കാലത്ത് 9 വർഷത്തോളമായി സാക്കിർ നായിക്കിന് ബംഗ്ലാദേശിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. അവിടെ നടന്ന 9 വർഷം മുമ്പ് നടന്ന ഒരു ആക്രമണത്തിൽ ഈ ആക്രമണത്തിന് അനുകൂല നിലപാട്, ആക്രമികൾക്ക് അനുകൂലമായൊരു നിലപാട് ഇയാളുടെ ഉടമസ്ഥതയിലുള്ള പീസ് TV സ്വീകരിച്ചതിനെ തുടർന്നാണ് ഇയാളെയും ഇയാളുടെ ടെലിവിഷനെയും ബംഗ്ലാദേശിൽ നിരോധിക്കുന്നൊരു നീക്കമുണ്ടായത്. ഈ നിരോധനമാണ് ഇപ്പോൾ നീക്കിയിരിക്കുന്നതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ 2 വിഷയങ്ങളാണ്. നേരത്തെ ഒന്ന് ഗൗതം പറഞ്ഞതുപോലെ ഒരു തീവ്ര ഇസ്ലാമിക ഭീകരത പ്രചരിപ്പിക്കുന്ന ഒരു പ്രഭാഷകനാണ്. അത്തരത്തിൽ അതിതീവ്രമായ ഇസ്ലാമിക ഭീകരത പ്രഭാഷണത്തിലൂടെ നടത്തുകയും അത് മതവൈര്യത്തിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുകയും വലിയ സാമൂഹ്യ സംഘർഷങ്ങളിലേക്കും മതവർഗീയ ലഹളകളിലേക്കുമൊക്കെ നയിക്കാവുന്ന രീതിയിൽ അതിഭീകരമായി സംസാരിക്കുന്ന ഒരു സ്വഭാവമുള്ള പ്രഭാഷകനാണ്. വിവാദ മതപ്രഭാഷകൻ എന്ന് തന്നെയാണ് ഇയാൾ ഗവൺമെൻറ് വൃത്തങ്ങളിലെല്ലാം തന്നെ പല രാജ്യങ്ങളിലും അറിയപ്പെടുന്നത്. ഇയാളെയാണ് ഇപ്പോൾ വീണ്ടും, ഈ സക്കീർ നായിക്കിനെയാണ് വീണ്ടും ഇപ്പോൾ ബംഗ്ലാദേശിലെ താൽക്കാലിക മുഹമ്മദ് യൂനിസിൻ്റെ താൽക്കാലിക ഭരണകൂടം വിളിച്ചു വരുത്തുന്നത്. അതായത് ഈ നവംബർ 28 മുതൽ ഡിസംബർ 20 വരെ ബംഗ്ലാദേശിൽ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള വിവാദ പ്രഭാഷണങ്ങൾ നടത്തുന്നതിന് അനുമതി നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഈ അനുമതി നൽകിയിരിക്കുന്നത്, അതായത് ഇപ്പോൾ ഈ 2 മാസം, അതായത് നവംബർ മാസം ആരംഭിക്കുകയും ഡിസംബർ മാസം അവസാനിക്കുകയും ചെയ്യുന്ന ഏതാണ്ട് ഒരു മാസത്തോളം നീളുന്ന ഈ സുദീർഘമായ പ്രഭാഷണ പരമ്പരകൾ നടത്തുന്നതിനുള്ളൊരു അനുവാദം, ബംഗ്ലാദേശിൽ പലയിടങ്ങളിലും സഞ്ചരിക്കുന്നതിനുള്ള അനുവാദം നൽകുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം കൃത്യമായും മറ്റൊന്നാണ്. രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇയാൾ പാകിസ്ഥാനിൽ സമാനമായ രീതിയിൽ നടന്ന് പ്രഭാഷണം നടത്തിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ പ്രഭാഷണം നടത്തിയ 1 വർഷം തികയുന്നതിന് മുമ്പ് ഈ ബംഗ്ലാദേശിലും സമാന രീതിയിൽ ഒരു നീക്കം നടത്തുന്നു. ഈ ഒരു നീക്കം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പാകിസ്ഥാനുമായി അടുക്കുകയും ബംഗ്ലാദേശ് ഭാരതവുമായി അകലുകയും ചെയ്യുന്ന വാർത്തകൾ ഈ അടുത്ത് പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങൾ ബംഗ്ലാദേശിൽ ഇടതടവില്ലാതെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ലോകരാഷ്ട്രങ്ങൾ പോലും അതിനെ അപലപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഭാരതം അതിശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പെല്ലാം തന്നെ നൽകുന്ന സാഹചര്യമുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ 1 വർഷം മുമ്പ് വലിയ തോതിൽ പ്രചരണം നടത്തുകയും വലിയ തോതിൽ പ്രഭാഷണം നടത്തുകയും ചെയ്തയാളെ വീണ്ടും 9 വർഷത്തെ നിരോധനം നീക്കി ബംഗ്ലാദേശിൽ കൊണ്ടുവരുമ്പോൾ ഒരു പരിധിവരെ മറ്റൊരു ലഹളയ്ക്കുള്ള നീക്കങ്ങൾക്ക് തിരിയിടുക എന്ന് തന്നെയാണ് ബംഗ്ലാദേശ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ബംഗ്ലാദേശിലെ ഭരണകൂടം, നിലവിലെ മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ലക്ഷ്യം വയ്ക്കുന്നത് അതായിരിക്കും എന്ന് തന്നെ സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തുതന്നെയായാലും അതീവ ഗൗരവമുള്ളൊരു വിഷയമായി തന്നെയാണ് ഇത് കാണേണ്ടത് എന്ന കാര്യത്തിലും തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, ഭാരതം വർഷങ്ങളോളം 10 വർഷത്തോളമായി ഇയാളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഭാരതത്തിൽ നടത്തിയ വിവാദ പ്രസംഗങ്ങളുടെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെയും എല്ലാം പേരിൽ ഭാരതത്തിലേക്ക് വിട്ടുകിട്ടണമെന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോഴും അത് ഇതുവരെ പ്രായോഗികമായിട്ടില്ല. മലേഷ്യയിലാണ് അദ്ദേഹം കഴിയുകയും ചെയ്യുന്നത്. സക്കീർ നായിക്ക് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ ബംഗ്ലാദേശ് മറ്റൊരു പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ടല്ലോ. അതായത് ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമായ അസ്സാം ഉൾപ്പെടെയുള്ള നമ്മുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ, അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളും ബംഗ്ലാദേശിൻ്റെ മാപ്പിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പ്രകോപനം കഴിഞ്ഞ ദിവസം ഉണ്ടായി. കാരണം ആ പ്രകോപനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ബംഗ്ലാദേശിലെ ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന സങ്കല്പം, അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള അതിതീവ്ര മുസ്ലിം സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന ഗ്രേറ്റർ ബംഗ്ലാദേശ്, ആ സങ്കല്പം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ വടക്കു കിഴക്കൻ മേഖല ഉൾപ്പെടെ അവരുടേതാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നതാണ്. അപ്പോൾ അത്തരമൊരു പ്രകോപനം ഇന്നലെ ബംഗ്ലാദേശ് സൃഷ്ടിക്കുന്നു. അതിന് പിന്നാലെയാണല്ലോ ഇപ്പോൾ ഭാരതം നിരോധിച്ചിട്ടുള്ള, നമ്മൾ ഇവിടുന്ന് ഓടിച്ചു വിട്ടിട്ടുള്ള ഒരു മതവർഗീയവാദിയെ അവിടേക്ക് വിളിക്കുവാനുള്ള ഒരു നീക്കം കൂടി ഈ ബംഗ്ലാദേശ് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഐസൺ,
ഗൗതം, ഇത് തന്നെയാണ് ഇപ്പോൾ ഗൗതം സൂചിപ്പിച്ച ലക്ഷ്യം തന്നെയാണ് ഇതിന് പിന്നിൽ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് കാലങ്ങളായി, അതായത് മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിൽ ഈ താൽക്കാലിക ഭരണകൂടം അധികാരത്തിൽ വരുന്ന, അല്ലെങ്കിൽ അഡ്വൈസർ എന്ന പേരിൽ അദ്ദേഹത്തെ നിയമിക്കുന്ന ആ താൽക്കാലിക ഭരണകൂടം അധികാരത്തിൽ വരുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള അതിസങ്കീർണമായ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത അവിടെയുണ്ട്. അതായത് ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണം നടന്ന വാർത്തകളെല്ലാം തന്നെ തുടർച്ചയായി പുറത്തു വരികയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ പാകിസ്ഥാൻ്റെ ഒരു സൈനിക മേധാവിക്ക് ഇത്തരത്തിൽ വിവാദമായ ഒരു മാപ്പ് സമ്മാനമായി നൽകുകയും അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു മുഹമ്മദ് യൂനുസ്. അത്തരത്തിൽ ഈ പ്രാദേശിക വാദം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ വിശാല ബംഗ്ലാദേശ് വാദം എന്ന രീതിയിലുള്ള ചില വാദങ്ങളൊക്കെ അത് വസ്തുതാപരമായോ ചരിത്രപരമായോ അത് എന്ത് ആശയം അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് ഇപ്പോഴും അവ്യക്തമാണ് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ലോക ചരിത്രത്തിൽ എങ്ങും കേട്ടിട്ടില്ലാത്ത ചില വിചിത്രമായ വാദങ്ങളൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത് എങ്കിൽ കൂടി ഇത്തരത്തിലൊരു വാദത്തിന് ശക്തി നൽകുന്നതിന് അവിടുത്തെ ഇസ്ലാമിക വിഭാഗങ്ങളെ കുറേ കൂടി ഭീകര സ്വഭാവമുള്ള, അല്ലെങ്കിൽ ഒരു അഗ്രസീവ് സ്വഭാവമുള്ള വിഭാഗമാക്കി അവരെ ഭീകരരാക്കുക, പ്രകോപിതരാക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് ഈ നീക്കമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പാകിസ്ഥാനിൽ നടത്തിയതുപോലെ തന്നെ, അതായത് ഒരു മാസം നീളുന്ന ഒരു ടൂർ പ്രോഗ്രാം സാക്കിർ നായിക്കിനെ പോലെ അതീവ ഭീകര സ്വഭാവമുള്ള പ്രഭാഷണം നടത്തുന്ന മതഭീകരനെ കൊണ്ട് തങ്ങളുടെ രാജ്യത്ത് നടത്തിക്കുക എന്നതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ തന്നെയാണ്. ഈ അത് തന്നെയാണ് ബംഗ്ലാദേശ് ഒരു തീവ്ര മുസ്ലിം രാജ്യം എന്ന നിലയിലേക്ക് അവിടെ കാര്യങ്ങൾ മാറുകയാണ്. അവിടെ ഒരു മതേതര സ്വഭാവമുള്ള ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടമുണ്ടായിരുന്നു. ഭാരതത്തോട് നല്ല ബന്ധമുണ്ടായിരുന്ന ഒരു ഭരണകൂടമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ അവിടെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള മതവർഗീയ ശക്തികൾ അവിടെ പിടിമുറുക്കുകയും അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഒരു പുതിയ ഭരണസൃഷ്ടി രൂപപ്പെടുത്തുകയും ചെയ്തു. അവരിപ്പോൾ ബംഗ്ലാദേശിൻ്റെ മുഴുവൻ മതേതര സ്വഭാവത്തെയും ഇല്ലാണ്ടാക്കിക്കൊണ്ട് അതിനെ ഒരു ശരീഅത്തടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന അഫ്ഗാനിസ്ഥാൻ മോഡലിലുള്ള, പാകിസ്ഥാൻ മോഡലിലുള്ള ഒരു തീവ്ര ശരീഅത്ത് ഇസ്ലാമിക രാഷ്ട്രമാക്കി അതിനെ മാറ്റാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് കൊടിയ വിഷം മാത്രം തുപ്പുന്ന സാക്കിർ നായിക്കിനെ ബംഗ്ലാദേശ് ഇപ്പോൾ അവിടേക്ക് ക്ഷണിക്കുന്നത്. ഐസൺ ജോസ് ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ അപ്ഡേറ്റ്സ് പങ്കുവച്ചത്.